ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനൊരു കാര്യം ഭൂമിയിലുണ്ട് എന്ന് ആദ്യമായിട്ടായിരിക്കും മലയാളത്തിൽ ഒരാൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്നോ ഇതാരാണ് ചെയ്തെടുത്തതെന്നുള്ളതിനെ പറ്റിയിട്ട് ഇതുവരെ ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല, ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു എവിഡൻസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഗിസയിൽ കണ്ടുവരുന്ന ഗ്രേറ്റ് പിരമിഡിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആരാണ് പണിതത്, എന്തിനു വേണ്ടിയിട്ടാണ് പണിതത്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിക്കൽ കോംപ്ലക്സിറ്റി ഇതുവരെ ആർക്കും കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ ഒന്നാണ് ഗ്രേറ്റ് പിരമിഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പിരമിഡിനെ പോലും ഒന്നും അല്ലാണ്ടാകുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ നമ്മുടെ ലോകത്തുണ്ട്. പിരമിഡിനെ കുറിച്ചുള്ള വീഡിയോസിലെല്ലാം ഞാൻ വളരെയധികം പ്രൈസ് ചെയ്ത് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും ഭാരമുള്ള കട്ട എന്ന് പറയുന്നത് 80 ടണ്ണോളം വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഭാരമുള്ള ഒരു കട്ട എങ്ങനെയാണ് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്തതിനെ പറ്റിയിട്ട് യാതൊരു ഡീറ്റെയിൽസ് നമുക്ക് അവരെടുത്ത് നോക്കിയാൽ കാണാൻ കഴിയില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കട്ടയുടെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 900 ടൺസ് വരും. അതും ഈ പിക്ചർ ഒന്ന് നോക്കിയാൽ തന്നെ ഇതുപോലെ ഒരു കട്ട മാത്രമല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതുപോലുള്ള 3 കട്ടകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണാൻ കഴിയും. അതുമാത്രമല്ല ഈ കട്ട താഴെയല്ല നിൽക്കുന്നത്, ഒരുപാട് ചെറിയ കട്ടകളുടെ മുകളിലാണ് ഇത്തരം ഭാരമുള്ള കട്ടകളെല്ലാം നിരത്തി വെച്ചിരിക്കുന്നത്. അതും താഴെ കാണുന്ന ഈ ചെറിയ കട്ടകളുടെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 400ഓളം ടൺസ് ഉണ്ട്. മനുഷ്യരുണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭാരമുള്ള സിംഗിൾ പീസ് ബ്ലോക്ക് ആണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. ഇവിടുത്തെ വേറെ കോമഡി എന്താ വെച്ചാൽ ഇത്ര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. നോർത്ത് ഈസ്റ്റേൺ ലെബനനിൽ കണ്ടുവരുന്ന ബാൽബെക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് ഈ ഒരു സംഭവം കാണാൻ കഴിയുന്നത്. ഈ സ്ട്രക്ചറിന് ഒരു പേരുണ്ട്, ഇത് ലോകത്തിലെ ഫേമസ് ആണ്. ദ ടെമ്പിൾ ഓഫ് ജൂപ്പിറ്റർ എന്നാണ് ഈ ഒരു സ്ട്രക്ചറിന്റെ പേര്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ടെമ്പിളിന്റെ പകുതി മുക്കാലും ഇല്ല, ആകെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ടുള്ള ഒരു ഹോൾവേ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബാക്കി ഇവിടെ നേരെ കാണുന്ന ഒരു 6 പില്ലർ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ശരിക്കും ഇവിടെ ഉണ്ടായിരുന്ന മെയിൻ മോണുമെന്റിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. അങ്ങനെ 2025 നമ്മൾ ഈ ലൊക്കേഷനിൽ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രക്ചറിന്റെ നിഗൂഢത നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ചെറിയ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഈ സ്ട്രക്ചറിന്റെ സൈഡ് വ്യൂ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരെ താഴെ ഒരു ഫൗണ്ടേഷൻ പോലത്തെ ഒരു വലിയ കട്ടർ, ഞാൻ ഈ വീഡിയോയുടെ തുടക്കം കാണിച്ച പോലത്തെ ആ 900 ടണ്ണുള്ള കട്ടകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമുക്ക് കാണാൻ പറ്റും. അതിന് മുകളിലാവട്ടെ നമുക്ക് ചെറിയ കട്ടകൾ ഉപയോഗിച്ചിട്ടുള്ള സാധാരണ റൂഡിമെന്ററി ആയിട്ടുള്ള നമുക്കൊരു ഫൗണ്ടേഷനും കാണാൻ കഴിയും. അതിന്റെ മുകളിലാണ് ഇതേപോലുള്ള വലിയ പില്ലറുകളുള്ള ആ ഒരു അമ്പലം, ആ ഒരു ടെമ്പിൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇവിടെ 3 ലെയറുകളായിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതിയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ഈ ഒരു കോംപ്ലക്സിനെ, അതായത് ഈ ഒരു എൻറ്റയർ സ്ട്രക്ചറിനെ ഹീലിയോപോളിസ് കോംപ്ലക്സ് എന്ന് അറിയപ്പെടും. ഇനി നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ദ ടെമ്പിൾ ഓഫ് ജൂപ്പിറ്റർ ആരാണ് പണിതത് എന്നതിനെ പറ്റിയിട്ടൊന്ന് സെർച്ച് ചെയ്യാൻ നോക്കുക, അതിനെ പറ്റി ഒന്ന് പഠിക്കാൻ നോക്കുക. അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം എന്താ വെച്ചാൽ ഇത് പണിതീർത്തിരിക്കുന്നത് റോമൻ എംപയർ ആയിരിക്കുന്നതാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പണിതീർത്തെ എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. അത് ആർക്കിയോളജിസ്റ്റും സയന്റിഫിക് കമ്മ്യൂണിറ്റി എല്ലാം ക്ലെയിം ചെയ്യുന്നത് പോലെ ഇത് റോമൻ എംപയർ ആണ് പണി തീർത്തെങ്കിൽ ഇതിനെ പറ്റിയിട്ട് വെൽ ഡോക്യുമെന്റഡ് ആയിരിക്കണം. കാരണം റോമൻ എംപയർ എന്ന് പറയുന്നത് അവരുടെ മാസീവ് ആയിട്ടുള്ള സ്ട്രക്ചർ, അവരുടെ മനോഹരമായിട്ടുള്ള ഇതേപോലുള്ള ബിൽഡിങ്സ് എല്ലാം ബോസ്റ്റ് ചെയ്ത് നടക്കുന്ന ഒരു കൾച്ചറാണ് അവർക്ക്. ഇത്തരത്തിലുള്ള ബിൽഡിങ്സ് എല്ലാം ഇവർ എങ്ങനെയാണ് പണി തീർത്തത്, ഇത് എന്തിനാണ് പണി തീർത്തത്, അതിനെ പറ്റിയിട്ടെല്ലാം ഈ ഒരു വെൽ ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു കൾച്ചറാണ് ഇവർക്കുള്ളത്. ഇവർക്ക് ഇത്തരത്തിലുള്ള ജൈഗാന്റിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തെടുക്കാൻ കഴിയും എന്ന് ലോകം അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ വളരെയധികം കെയർഫുൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഏൻഷ്യന്റ് ആർക്കിടെക്ചർ ആണ് കൊളോസിയം എന്ന് പറയുന്നത്. അതും പണി തീർത്തത് ഇവർ തന്നെയാണ്. ഇതെങ്ങനെയാണ് ഇവർ പണി തീർത്തത് എന്നതിനെ പറ്റിയിട്ടുള്ള എല്ലാ രേഖകളും ഇവർ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര അധികം കാര്യങ്ങൾ ഇവർക്ക് വളരെയധികം പ്രിസൈസ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു കട്ട നീക്കുന്നതിനെ പറ്റിയിട്ടോ, അത് കട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ, അതിന്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നതിനെ പറ്റിയിട്ടോ അവർക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു ചോദ്യം ഇവിടെ ചോദിച്ചത് കൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങി. ചില സമയത്ത് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ ബുദ്ധിമുട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിരിക്കും. പക്ഷേ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നമുക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല, അതാണ് വാസ്തവം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്ട്രക്ചർ 3 ലെയറുകളായിട്ടാണ് പണി തീർത്തിരിക്കുന്നത്. അതും എടുത്ത് ഏറ്റവും ആദ്യത്തെ ലെയർ, അതായത് ഈ ഒരു സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷൻ ആണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ജൈഗാന്റിക് ആയിട്ടുള്ള കട്ടകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഈ കട്ടകളുടെ ലെങ്ത് എന്ന് പറയുന്നത് 19ഓളം മീറ്റേഴ്സ് ആണ്.
ഇതിന്റെ വിഡ്ത്ത് ആയിക്കോട്ടെ ഏകദേശം 3.6 മീറ്റേഴ്സ് ഉണ്ട്. ഇതിന്റെ ഹൈറ്റ് ആയിക്കോട്ടെ ഏകദേശം 4.5 മീറ്റേഴ്സോളം ഉണ്ട്. അതും ഈ 3 കട്ടകൾ ഏകദേശം 9 മീറ്ററോളം ഉയരത്തിലാണ് പൊക്കി നിർത്തിയിരിക്കുന്നത്. ഇതിന് താഴെ ആവട്ടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 400ഓളം ടൺ വരുന്ന ചെറിയ ചെറിയ കട്ടകൾ വെച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്താ വെച്ചാൽ, ഇത്രയും ഭാരമുള്ള ഒരു കട്ട, ഒരു 900 ടൺ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യത്തിൽ കൂടുതൽ ഭാരമാണ്. ഒരു ഫ്ലൈറ്റിന്റെ ഭാരമുണ്ട്. ബോയിങ് 747 ഒരു വെയിറ്റ് ആണ് ശരിക്കും ഈ ഒരു കട്ടയ്ക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജെറ്റിന്റെ ഭാരമുള്ള ഒരു കട്ട അതിനെങ്ങനെയാണ് ഇതിന് മുകളിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റിയത്? അതും ഒരു മോഡേൺ ടെക്നോളജിയുടെ സഹായം ഉപയോഗിച്ചിട്ടാണ് ചെയ്തെങ്കിൽ നമുക്ക് പിന്നെയും പോട്ടെന്ന് വയ്ക്കാം. പക്ഷേ അതുപോലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് 900 ടണ്ണുള്ള ഒരു കട്ട അവർക്ക് ഇതിന്റെ മുകളിൽ കയറ്റി വയ്ക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ. ഇതെങ്ങനെയാണ് നേടിയെടുത്തത് എന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ആർക്കിയോളജിക്കൽ ഡാറ്റാസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നോക്കുകയാണെങ്കിൽ മാൻ പവർ ഉപയോഗിച്ചിട്ടാണ്, അതായത് 1000ഓളം ആൾക്കാരുടെ സഹായത്തോടെയാണ് ഈ ഒരു സംഭവത്തെ നീക്കാൻ കഴിഞ്ഞത്, ഇത് ഇറക്ട് ചെയ്ത് വെക്കാൻ പറ്റിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇൻ കോണ്ടെക്സ്റ്റ് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 2.5 ലക്ഷം ആൾക്കാരുടെ ബലം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സംഭവത്തിനെ പൊക്കി അതിനെ മുകളിൽ കയറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 2.5 ലക്ഷം ആൾക്കാരെന്ന് പറയുന്നത് ഒരു ചെറിയ സിറ്റിയുടെ അകത്തുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അത്ര ആൾക്കാരുടെ കമ്പൈൻഡ് സ്ട്രെങ്ത് ഉണ്ടെങ്കിലാണ് ഇത്രയും ഭാരമുള്ളൊരു സംഭവത്തെ നമുക്ക് പൊക്കി, അത് വെറുതെ പൊക്കി ഇതിന്റെ മുകളിൽ വച്ചേക്കുന്നതല്ല, ഇൻക്രെഡിബിൾ പ്രിസിഷനോടെയാണ് ഈ 3 കട്ടകളും ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രിസിഷൻ എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, എന്നിട്ട് ഈ 2 കല്ലിന്റെ ആ ഒരു ജോയിന്റില്ലേ, ആ ഒരു ഗ്യാപ്പില്ലേ, അതിന്റെ അകത്തേക്ക് ഒന്ന് തിരികെ കയറ്റാൻ നോക്കുക. അതുപോലും അതിനകത്തേക്ക് കയറിപ്പോയില്ല. അത്രയധികം ടൈറ്റ് ടോളറൻസിലാണ് ഈ സംഭവം കട്ട് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ കോംപ്ലക്സിറ്റി എന്തോരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് കേട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. നാസയുടെ കൈവശം റോക്കറ്റുകളെല്ലാം അസംബിൾ ചെയ്യുന്ന ഒരു വലിയ ക്രെയിൻ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഈ ക്രെയിൻ എന്ന് പറയുന്നത് വളരെയധികം ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു ക്രെയിൻ ആണ്. എന്നാൽ പോലും ഈ ഒരു ക്രെയിനിന് ഈ ഒരു കട്ടേനെ പൊക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ 2025 മനുഷ്യരുടെ കൈവശമുള്ള മെഷീൻ ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തെ ലിഫ്റ്റ് ചെയ്യാനോ പ്രിസൈസ്ലി ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കാനോ കഴിയില്ല. എന്നിട്ടാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സംഭവം അവർക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. അത് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു സംഭവത്തെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ ഒരു സ്ട്രക്ചറിനെ ചുറ്റിപ്പോയിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു സ്ട്രക്ചറിന്റെ സൈഡ് വ്യൂ ആണ്, ശരിക്കുള്ള ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ സ്ട്രക്ചറിന്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഞാൻ ഇത്ര നേരം പറഞ്ഞ ആ വലിയ കട്ടകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതിന്റെ നേരെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കുരുകുരാന്ന് ചെറിയ ചെറിയ കട്ടകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ചെറിയ ചെറിയ കട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് 2ാമത്തെ ഫൗണ്ടേഷൻ ആണ്. അതിന്റെ മുകളിലാണ് ടെമ്പിൾ ഓഫ് ജൂപ്പിറ്റർ പണി തീർത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ താഴെ കാണുന്ന വലിയ കട്ടകൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ആ ഒരു ഫൗണ്ടേഷൻ ലെയറും അതിന്റെ മുകളിലുള്ള കുരുകുരാന്നുള്ള കട്ടകൾ കൊണ്ടുണ്ടാക്കിയ ലെയറും തമ്മിലുള്ള കൺസ്ട്രക്ഷൻ രീതി, അത് പണിതിരിക്കുന്ന രീതി നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇവിടെ വലിയ കട്ടകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന താഴെ കാണുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ രീതി വളരെയധികം പ്രിസൈസ് ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ അതിന് മുകളിലുള്ള കൺസ്ട്രക്ഷൻ രീതി നോക്കുകയാണെങ്കിൽ അത് വളരെയധികം റാൻഡം ആയിട്ട് നമുക്ക് തോന്നിക്കുക. ഒട്ടും തന്നെ പ്രിസൈസ് അല്ലാത്തതും ഒട്ടും തന്നെ കാൽക്കുലേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ടെക്നിക്കാണ് നമുക്ക് ഇതിന്റെ മുകളിൽ നോക്കിയാൽ തന്നെ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതേ കൺസ്ട്രക്ഷൻ രീതി തന്നെയാണ് റോമൻ എംപയർ എടുത്ത് നോക്കുകയാണെങ്കിലും അവരുടെ ബാക്കിയുള്ള സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇവിടുത്തെ 2ാമത്തെ ഫൗണ്ടേഷൻ ലെയറിന്റെ അതേ ഡിസൈൻ റോമൻ എംപയറിലെ ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഈ 2ാമത്തെ ആ ഒരു ലെയർ പണിതിരിക്കുന്നത് ഈ റോമൻ എംപയർ ആണ് എന്ന് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്ന ഡാറ്റ കറക്റ്റ് ആണ്. പക്ഷേ ഇവരുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ രീതിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ താഴത്തെ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പിരമിഡിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ മോർട്ടാറും വൈക്കോലും കുഴച്ചിട്ട് പിരമിഡിന്റെ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തേക്കുന്ന ഒരു പ്രാക്ടീസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പഴയ പുരാതനമായിട്ടുള്ളൊരു പ്രാക്ടീസ് ആണത്. പക്ഷേ ഈ ഒരു പ്രാക്ടീസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കൺസ്ട്രക്ഷൻ ടെക്നിക്ക് നമുക്ക് പിരമിഡിന്റെ അകത്ത് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. പിരമിഡിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം പുരാതനമായിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതിയോടൊപ്പം തന്നെ വളരെയധികം മാതൃകമായിട്ടുള്ള രീതി നമുക്ക് കാണാൻ കഴിയും. ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കേസ് പറയുന്നത്. ഇവിടെ ഗ്രേറ്റ് പിരമിഡ് ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് പണി തീർത്തതല്ല, പകരം ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് അബദ്ധത്തിൽ കണ്ടുപിടിച്ച ഒരു സ്ട്രക്ചർ ആണെന്നുള്ള നിഗമനത്തിലേക്ക് വരുന്നത് ഈ ഒരു കൺസ്ട്രക്ഷൻ രീതി കണ്ടുവരുമ്പോഴാണ്. അതായത് ഇവർ ആ ഒരു പിരമിഡ് കണ്ടുപിടിക്കുന്നു, അതിന് അവരുടെ കൈവശമുള്ള ആ ഒരു പുരാതനമായിട്ടുള്ള ടെക്നിക്കായിട്ടുള്ള വൈക്കോലും ഈ പറയുന്ന മോർട്ടാറൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ മോടി പിടിപ്പിക്കുന്ന ആ ഒരു രീതി
അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് പുരാതനമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതി ആയതുകൊണ്ട് തന്നെ നമുക്കത് 4500 വർഷങ്ങൾക്ക് മുമ്പ് അവർ അത് ചെയ്തെടുത്തതിനുള്ള ഒരു പ്രൂഫൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ ഏകദേശം അതേ കൺക്ലൂഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. ഇവിടെ താഴത്തെ ലെയർ നോക്കുകയാണെങ്കിൽ വളരെയധികം മാധുര്യമായിട്ടുള്ള, ഒരു പക്ഷെ നമുക്ക് അറിയാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് പണിത് തീർത്ത ഒരു സ്ട്രക്ചറാണ് ശരിക്കും നമുക്ക് താഴെ കാണാൻ കഴിയുന്നത്. എന്നാൽ വളരെയധികം പുരാതനമായിട്ടുള്ള ഒരു റൂഡിമെന്ററി ആയിട്ടുള്ള, വളരെയധികം ഒട്ടും തന്നെ പ്രിസൈസ് അല്ലാത്ത, നമുക്ക് ഗസ് ചെയ്യാൻ കഴിയുന്ന ഒരു കൺസ്ട്രക്ഷൻ ടെക്നിക്കാണ് അതിന്റെ മുകളിൽ ഫൗണ്ടേഷൻ ലെയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, ഈ താഴെ കാണുന്ന ആ ഒരു ഫൗണ്ടേഷൻ ലെയർ എന്ന് പറയുന്ന ആ ഒരു വലിയ കട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സംഭവം, അത് പണിതിരിക്കുന്നത് ഏൻഷ്യന്റ് റോമൻസ് അല്ല. ഇതാരാണ് പണി തീർത്തതെന്നോ ഇത് എന്തിനാണ് പണി തീർത്തതെന്നോ ഇതുവരെ നമുക്ക് ആർക്കും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ട് ഇതുവരെ ഒരു ഡോക്യുമെന്റേഷൻ പോലും ഇല്ല. ഓക്കെ, സമ്മതിച്ച് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്ന പോലെ ഇത് റോമൻ എംപയർ തന്നെ പണി തീർത്ത ഒരു സ്ട്രക്ചർ ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇത്ര അധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതി, ഇപ്പൊ താഴെ കാണുന്ന പോലെ തന്നെ ഇത്ര അധികം ഭാരമുള്ള 900 ടൺ എന്നൊക്കെ പറയുന്നത് നിസ്സാര ഭാരമല്ലല്ലോ. അപ്പൊ ഇത്രയും ഭാരമുള്ള ഒരു സംഭവം ഇത്ര പ്രിസൈസ് ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വെച്ചാൽ ബ്ലേഡ് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ അടുപ്പിച്ച് വളരെയധികം അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഇത് എന്താണ് ശരിക്കും? ഇത് ഈ ഒരു സംഭവത്തിന്റെ ഫൗണ്ടേഷൻ ആണ്, അതിന്റെ തറയാണ് ശരിക്കും. അതായത് ആരും കാണില്ല ഈ ഒരു സംഭവം. ഇത് മണ്ണിന്റെ അടിയിൽ പോകുന്ന ഒരു സംഭവമാണ്. ഈ മണ്ണിന്റെ അടിയിൽ പോകുന്ന ഈ ഒരു ഫൗണ്ടേഷൻ എന്തിനാണ് ഇവർ ഇത്രയും പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്തതും ഇത്രയും പ്രിസൈസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാനും കാരണം? എന്നാൽ ആളുകൾ കാണുന്ന ഈ രണ്ടാമത്തെ ഫൗണ്ടേഷൻ ലെയർ ആയിക്കോട്ടെ വളരെയധികം അലമ്പായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്നും അങ്ങോട്ട് ടാലി ആവുന്നില്ല. ഏൻഷ്യന്റ് റോമൻ ആർക്കിടെക്ചറിനെ പറ്റി അറിയാവുന്ന ഒരാളെങ്കിലും നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യും. അവര് ഒരു തരത്തിലുള്ള മിഷനറി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഒരു തരത്തിലുള്ള ക്രെയിൻ പോലത്തെ ഒരു സംഭവം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതിനെ പറ്റി റെക്കോർഡുകളുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത്രയധികം ഭാരമുള്ള കട്ടകളെല്ലാം പൊക്കി വെച്ചത് എന്നായിരിക്കും അവർ പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ നോക്കിയായിരുന്നു. ഇവർ ഉപയോഗിച്ചിരുന്ന മെക്കാനിസം ഉപയോഗിച്ച് മാക്സിമം 60 ടണ്ണോളം വെയിറ്റ് മാത്രമാണ് പൊക്കാൻ കഴിഞ്ഞത്. പക്ഷെ 60ഉം 900 ടൺ എന്ന് പറയുന്നത് ആനയും ചേനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കട്ടകളിലെല്ലാം ഒരുപാട് ഓട്ടകൾ ഇടും. ആ ഓട്ടകളിനകത്തേക്ക് കയറോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കെട്ടിയിട്ട് അതുമ്മ പിടിച്ചാണ് ഈ ഒരു കല്ലിന്റെ മുകളിലേക്ക് പൊക്കിയെടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ഓട്ടം നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ പറയുക, ഇവിടുത്തെ ആദ്യത്തെ ലെയർ ആയിട്ടുള്ള ആ വലിയ കട്ടകളുടെ ആ ഒരു ലെയർ ഒഴിച്ച് ബാക്കി ലെയറുകളിലെ എല്ലാ കട്ടകളിലും നമുക്ക് ആ ഒരു ഓട്ട, ആ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. ഇനിയും നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി തരാം. ഈ താഴത്തെ ഫൗണ്ടേഷൻ ലെയറിനെ ഒന്ന് അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വരകൾ പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇത് സംഭവിച്ചിരിക്കുന്നത് വാട്ടറും വിൻഡ് ഇറോഷനും കാരണമാണ്. അതായത് ഗിസയിൽ കണ്ടുവരുന്ന ഗ്രേറ്റ് പിരമിഡ്സിന് മുന്നിൽ ദ ഗ്രേറ്റ് സ്ഫിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ അടിവശത്തും നമുക്ക് ഇതുപോലുള്ള ഒരു വാട്ടർ ഇറോഷൻ മാർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ഈ ബ്ലോക്കുകളുടെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഫ്ലഡ് നടന്നിട്ടുണ്ട്. അതും ഈ ഒരു സ്ട്രക്ചറിന്റെ ലൊക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു കുന്നിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കുന്നിന്റെ മുകളിൽ കൂടെ ഒരു വാട്ടർ ഇറോഷൻ നടക്കണമെങ്കിൽ അത്രയധികം നല്ല രീതിയിലുള്ള ഒരു ഫ്ലഡിന്റെ എഫക്റ്റ് നമുക്ക് അവിടെ കാണണം. അങ്ങനെ ഒരു ഫ്ലഡ് നമ്മുടെ ലോകത്ത് നടക്കാനുള്ള സാധ്യത ഐസേജിന്റെ അവസാനമാണ്. അതായത് പിരമിഡിന്റെ കേസ് എന്ന പോലെ തന്നെ ഐസേജിന്റെ അവസാന കാലഘട്ടത്താണ് അങ്ങനത്തെ ഒരു ഫ്ലഡ് നമുക്ക് ഉണ്ടാവുള്ളൂ. അത് എത്ര വർഷം മുന്നേ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 12,000-ഓളം വർഷങ്ങൾക്ക് മുന്നേ ആണ്. നിങ്ങൾ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്ന പോലെ തന്നെ ഞാൻ ഇതൊക്കെ എന്നെ വായന്നെടുത്ത് എൻ്റെ ഒരു ഗസ് വർക്ക് പറയുന്നതല്ല. ഒരുപാട് വർഷത്തെ റിസർച്ചിന്റെ റിസൾട്ടാണ് ഞാനിപ്പോൾ ഈ ഓരോ വീഡിയോസിൽ വന്ന് പറയുന്നത്. അതിന് സോഴ്സും കാര്യങ്ങളല്ല ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 900 ടണ്ണോളം വരുന്ന ഈ വലിയ കട്ടയാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ കട്ട എന്നുള്ളത്. പക്ഷെ അതൊന്നൊന്നുമല്ല. ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാറി നമുക്കൊരു ക്വറി കാണാൻ പറ്റും. അവിടെ ആവട്ടെ 3 ജൈഗാന്റിക് ആയിട്ടുള്ള കട്ടകൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ ആദ്യത്തെ കട്ടയുടെ പേര് സ്റ്റോൺ ഓഫ് ദി പ്രഗ്നന്റ് വുമൺ എന്നാണ്. ഈ കട്ടയുടെ മാത്രം ഭാരം ഏകദേശം 1000-ഓളം ടൺസ് ആണ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ദ സ്റ്റോൺ ഓഫ് സൗത്ത് എന്ന് പറയുന്ന ഒരു കട്ട നമുക്ക് കാണാൻ കഴിയും. ഈ കട്ടയുടെ മാത്രം ഭാരം ഏകദേശം 1200 ടൺസ് ആണ്. അതോടൊപ്പം തന്നെ ദ ഫോർഗോട്ടൻ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കട്ടയുണ്ട്. അതിന്റെ ഭാരമാവട്ടെ 1500 ടൺസ് ആണ്. അപ്പോൾ ഇത്ര അധികം മാസീവ് ആയിട്ടുള്ള കട്ടകളൊക്കെയാണ് നമ്മുടെ ലോകത്തുള്ളത്. അതും മനുഷ്യരുണ്ടാക്കി വെച്ച ഒരു സംഭവം. അതെന്തുകൊണ്ടാണ് അത് അവിടെ നിന്ന് മൂവ് ചെയ്യാഞ്ഞത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതുവരെയായിട്ട് അറിയില്ല. ഈ ഒരു സ്ട്രക്ചറിനെ ചുറ്റിപ്പറ്റി നടത്തിയ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, 2025 ആയിട്ട് പോലും എന്തുകൊണ്ട് ഈ മണ്ണിന്റെ അടിയിൽ കുഴിഞ്ഞെടുക്കുന്ന, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ പകുതി മണ്ണിന്റെ അടിയിൽ ബറി ചെയ്തെടുക്കുന്ന ഈ ഒരു കട്ടേനെ
പുറത്തേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഇപ്പോൾ പോലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു മെഷീനറി ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തെ നമുക്ക് നീക്കാൻ കഴിയുന്നില്ല, അതിനൊരു എഫേർട്ട് പോലും നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം 2000ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തെടുത്തു എന്ന് പറയുന്നത്. പിന്നെ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, എന്തെങ്കിലും തടി കഷ്ണോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ പീസൊക്കെ എടുത്തിട്ട് ഒരു റോളർ പോലെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നീക്കിയതായിരിക്കാം എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കാം. അത് നീക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്, അതൊരു ഒന്നാമത്തെ കാര്യം. പിന്നെ തടിയും കൊണ്ട് ഉണ്ടാക്കിയ റോളറും കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവത്തെ നീക്കുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, 900ഓളം ടൺസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ മരം എന്തായാലും ചതഞ്ഞു പോകും. അത്ര അധികം മാസീവ് ആയിട്ടുള്ള ഒരു സംഭവത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ ഒരു കല്ലിന്റെ ഭാരം എന്ന് പറയുന്നത് 5 സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അത്രയും വെയിറ്റ് ഉണ്ട്. ഇതെങ്ങനെയാണ് മനുഷ്യർക്ക് പുരാതനമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്തെടുക്കാൻ പറ്റിയത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൈലൻസ് ആണ്. അതിനെ പറ്റിയിട്ട് കമാന്നൊരു അക്ഷരം ആർക്കും പറയാൻ കഴിയില്ല. ഈ ഒരു സ്ട്രക്ചറിന്റെ നിഗൂഢത കൂട്ടാൻ വേണ്ടി ഞാനൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഈ താഴെ കാണുന്ന ഫൗണ്ടേഷൻ സ്റ്റോൺസിന്റെ ഒരു എഡ്ജാണ്, ഒരു അറ്റമാണ്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വര മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതും ഈ വരയുടെ ആഴം എന്ന് പറയുന്നത് 0.3 മില്ലിമീറ്റേഴ്സ് മാത്രമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വെറും ഫൗണ്ടേഷന് വേണ്ടി മാത്രം നിർമ്മിച്ചെടുത്ത ഈ ഒരു സ്ട്രക്ചറിന് ഇത്ര അധികം പ്രിസിഷനോട് അവർക്ക് പണി തീർക്കേണ്ട കാര്യം? മണ്ണിൻ്റെ അടിയിൽ പോകുന്ന ഒരു സ്ട്രക്ചറിന് എന്തിനാണ് ഇത്ര അധികം അക്യുറസിയുടെ ഒക്കെ ആവശ്യം? അപ്പോൾ നിങ്ങളന്ന് മാക്സിമം ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഭാവനയിൽ നിന്നെടുത്ത കാര്യങ്ങളല്ല, ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് വർഷത്തെ റിസർച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സോഴ്സസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യമായിട്ടാണ് ഒരു മലയാളി ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം ഇത് തള്ളാണെന്നല്ല. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.